Class 6, Chapter 13, मैं सबसे छोटी हूँ. If you want more videos, please write in comment box chapter name and number class. Okay. ക്ലാസ് തുടങ്ങാം. मैं सबसे छोटी हूँ. അതായത് ഞാൻ ചെറുതായിരുന്നെങ്കിൽ, എല്ലാവരും വിചാരിക്കുമല്ലോ നമ്മൾ ചെറുതായിരുന്നെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ആ സമയത്തെ നിഷ്കളങ്കത അത് ഒക്കെ പിന്നെയും അങ്ങോട്ട് വീണ്ടും ജീവിക്കാമെന്നുള്ള അതുപോലെ തന്നെയാണ് ഈ കുട്ടിയും പറയണത്. मैं सबसे छोटी हूँ तेरी गोद में सोऊं. ഞാൻ ചെറുതായിരുന്നെങ്കിൽ നിൻ്റെ മടിയിൽ കിടക്കുകയായിരുന്നു. तेरा आंचल पकड़ पकड़ कर फिरूं सदा माँ तेरे साथ कभी न छोड़ूं तेरा हाथ. तेरे ആഞ്ചൽ പക്കട് പക്കടക്കർ പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ കൂടെ എപ്പോഴും നടന്ന് നമ്മൾ ഈ ചെറിയ കുട്ടികളൊക്കെ സാരി തുമ്പ് പിടിച്ചിട്ട് അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ പിടിച്ചിട്ട് എപ്പോഴും നിൽക്കും. കിച്ചണിലൊക്കെ ആണെങ്കിലും എവിടെ പോവുകയാണെങ്കിലും നമ്മൾ പിന്നാലെ നമ്മളുടെ കുട്ടികളിങ്ങനെ നടക്കണം. അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ എപ്പോഴും അവരുടെ അമ്മയുടെ പിന്നാലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതാണ് തേരെ ആഞ്ചൽ പക്കട് പക്കടക്കർ ഫീറൂം സദാമേ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒപ്പം നടക്കുകയായിരുന്നു. തേരെ സാത്ത് എപ്പോഴും നിങ്ങളുടെ കൂടെ, കബീന ചോടും തേരാ ഹാത്ത് ഒരിക്കലും നിങ്ങളുടെ കൈ ഞാൻ വിടില്ലായിരുന്നു, ഒരിക്കലും നിങ്ങളുടെ കൈ ഞാൻ വിടില്ല. बड़ा बनाकर पहले हमको तू पीछे चलती है मात. बड़ा बनाकर पहले हमको വലിയതായപ്പോഴേക്കും നീ പിന്നാലെ നടക്കണം, അത് തന്നെ ആദ്യം മാറ്റി. ഹാത്ത് പക്കഡ് ഫിർ സദാ ഹമാരെ സാത്ത് നഹി ഫിർത്തി ദിൻ രാത്. എപ്പോഴും കൈ പിടിച്ച് നമ്മളുടെ കൂടെ നടന്നുകൊണ്ടിരുന്ന ആൾ ഇപ്പോൾ രാവിലെ ആയാലും രാത്രി ആയാലും ഒട്ടും ഞങ്ങളുടെ പിന്നാലെ നിൽക്കില്ലായിരുന്നു. അല്ലെങ്കിൽ വലുതായി കഴിഞ്ഞാൽ ആ ഒരു കാര്യം പോയി എന്നാണ് പറയുന്നത്. अपने कर से खिला धुला मुख धूल पहुँच सज्जित कर घात. अपने कर से कर പറഞ്ഞു കഴിഞ്ഞാൽ കൈ കൊണ്ട് വാരി തരിക, മുഖം തുടയ്ക്കുക, വീണ് കഴിഞ്ഞാൽ ഡ്രസ്സിൻ്റെ മണ്ണൊക്കെ മാറ്റുക, എല്ലാം കൊണ്ട് സജ്ജിത്ത്, എല്ലാം കൊണ്ട് നല്ലൊരു കാര്യം തന്നെയായിരുന്നു ആ സമയത്ത് നമ്മൾക്ക് ചെയ്തു തന്നത്. थमा खिलौने नहीं सुनाती हमें सुखद भरियों की बात. പക്ഷേ ഇപ്പോൾ എന്താണ്, थमा खिलौने കളിപ്പാട്ടം നമുക്ക് തന്നിട്ട് സുഖദ് പരിയോം കി ബാത്ത് നല്ല നല്ല ഏഞ്ചൽസിൻ്റെ സ്റ്റോറീസ് ഒന്നും ഇപ്പം അമ്മ ഞങ്ങൾക്ക് പറഞ്ഞു തരില്ല വലുതായപ്പോഴേക്കും. ऐसी बड़ी ना हो मैं तेरा स्नेह ना खो मैं. ഇങ്ങനെ എനിക്ക് വലുതാവണ്ട, നിങ്ങളുടെ സ്നേഹമൊന്നും എനിക്ക് കളയണ്ട അല്ലെങ്കിൽ കളഞ്ഞു കുടിക്കണ്ട. നമുക്ക് അതായത് ചെറുപ്പത്തിൽ നമ്മൾ കുട്ടികളുടെ പിന്നാലെ നിൽക്കണതും അല്ലെങ്കിൽ വാവകളുടെ പിന്നാലെ നിൽക്കണത്, പക്ഷെ വലുതായി കഴിഞ്ഞാൽ നമ്മളങ്ങനെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ആ ഒരു ലാളന അല്ലെങ്കിൽ പിന്നാലെ നിൽക്കണ ആ ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം ഉണ്ടാവില്ലല്ലോ. അതിനെക്കുറിച്ചാണ്. അപ്പോൾ കുട്ടിയുടെ സങ്കടത്തിൽ പറയുകയാണ്, എനിക്ക് വലുതാവണ്ട, എനിക്ക് എൻ്റെ അമ്മയുടെ സ്നേഹമൊന്നും ആ സമയത്ത് കിട്ടണ സ്നേഹമൊന്നും കളഞ്ഞു കുടിക്കണ്ട. तेरे आंचल की छाया में छिपी रहूं निर्भय कहूँ दिखा दे चंद्रोदय. അതായത് തേരെ ആഞ്ചൽ കി ഛായ അമ്മയുടെ ഷാഡോയുടെ ഉള്ളിൽ അല്ലെങ്കിൽ അമ്മയുടെ നിഴലിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് ഇരുന്നാൽ മതി. ചിപ്പിരഹം ഒളിഞ്ഞിരുന്നാൽ മതി. നിസ്പ്രയ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിസ്സംഗതാഭാവം അല്ലെങ്കിൽ എന്താ ഇനി നടക്കാൻ പോണത് അങ്ങനത്തെ ഒരു ചിന്തയില്ലാണ്ട്, നിർഭയ പേടിയില്ലാണ്ട്, കഹു ദിഖാതെ ചന്ദ്രോദയ ആ സമയത്ത് നമ്മൾ ഈ അമ്പിളിമാമനെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ല, അങ്ങനത്തെ ഒരു കാലം തന്നെ പിന്നെയും വന്നോട്ടെ എന്നാണ് പറയുന്നത്.